ഒരു ദിവസം ആദർശ് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനായിട്ട് നയനയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് ഒരു വിലപിടിപ്പുള്ള ഒരു നെക്ലസ്സാണ് നയനയ്ക്ക് സമ്മാനമായിട്ട് മേടിക്കുന്നത് കേട്ടോ. ഇത് ആദർശ് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഇത് കയ്യിൽ കണ്ട ദേവ്യാനി ചോദിക്കുകയാണ് ഇത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് ഇത് നയനയ്ക്കുള്ളതാണെന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് നയനയ്ക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ദേവ്യാനി ദേഷ്യപ്പെട്ട് അവനോട് പറഞ്ഞു, ആദർശിനോട് പറഞ്ഞു, നിനക്കിപ്പോൾ അമ്മേനൊന്നും വേണ്ടല്ലേ, നീ നിൻ്റെ ഭാര്യയുടെ സാരിത്തുമ്പിലാണല്ലേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കലിത്തുള്ളി ആദർശിനോട് കുറേ സംസാരിക്കുകയാണ് കേട്ടോ. ഈ ബഹളം കേട്ട് മുത്തശ്ശനും വീട്ടിലുള്ള എല്ലാവരും അകത്തേക്ക് വരികയാണ്. എന്നിട്ട് ദേവ്യാനിയോട് ചോദിക്കുകയാണ് എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അലറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ദേവ്യാനി പറയാണ് ഇവൻ എൻ്റെ വാക്ക് ധിക്കരിച്ച് നയനയ്ക്ക് വിലപിടിപ്പുള്ള നെക്ലസ് മേടിച്ച് കൊടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ ദേവ്യാനി. ആദർശാണെങ്കിൽ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണല്ലോ. മുത്തശ്ശൻ്റെയും അമ്മയുടെയും നടുക്കിൽ പെട്ട ഒരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മുത്തശ്ശൻ ആദർശിനെ നോക്കി പറയാണ് കേട്ടോ, ഇപ്പോഴാണ് നീ ശരിക്കും എൻ്റെ കൊച്ചുമോനായത് എന്നൊക്കെ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുത്തശ്ശൻ ദേവ്യാനിയോട് പറയാണ്, നീ എന്തിനാ അവൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതിൽ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ദേവ്യാനിയോട് ചോദിക്കുമ്പോൾ ദേവ്യാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ആദർശ് നിൻ്റെ ഭാര്യയ്ക്ക് നീ മേടിച്ച് ഗിഫ്റ്റ് കെട്ടിക്കൊടുക്കാനൊക്കെ ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ഇതൊക്കെ കേട്ട് നവ്യ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അബി ഇതൊന്നും അവൾക്ക് മേടിച്ചൊന്നും കൊടുക്കുന്നില്ലല്ലോ. എൻ്റെ ദേഷ്യത്തിൽ നവ്യ അബിയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് അമ്മയുടെ മുഖം ഒന്നും നോക്കാതെ നയനയുടെ കഴുത്തിൽ ആ മാല കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ മുത്തശ്ശൻ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കും ജാനകിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ജലജയ്ക്കും അബിക്കും നവ്യയ്ക്കും ദേവ്യാനിക്കും മാത്രമാണ് കേട്ടോ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്. അതിനുശേഷം ജലജ ദേവ്യാനി അടുത്ത് ചെന്ന് ഓരോ ഇരിപ്പിരി കയറ്റാണ് കേട്ടോ ദേവ്യാനീനെ. ആദർശ് നിൻ്റെ കൈ വിട്ടുപോയി, നയനയെ അവൻ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ദേവ്യാനി അവളോട് ജലജയോട് ചൂടായിട്ട് പറയുകയാണ്, നീ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, നിൻ്റെ മരുമകൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ജലജയോട് ദേവ്യാനി. അങ്ങനെ നവ്യ റൂമിലേക്ക് അബിയുടെ അടുത്തേക്ക് ചെന്ന് പറയാണ്, നിങ്ങളെനിക്കൊന്നും മേടിച്ച് തരണ്ട, എന്നാലും ആദർശോ അവൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അബിയോട് ചൂടാവുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോൻ വളരെ മാറി, എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, നമ്മുടെ കൊച്ചുമോൻ നല്ലോണം മാറി, അവൻ്റെ അമ്മയുടെ വാക്കുകൾ അവൻ കേൾക്കുന്നൊന്നുമില്ല, നയനയുടെ ഭാഗത്താണ് അവനിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഇതൊക്കെ കണ്ടും കേട്ട സന്തോഷത്തിൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നയന പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുകയാണ് നീ ഭഗവാനെ നീ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നയന. എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ നയന. പറയാണ്, എനിക്ക് നിങ്ങൾ നൽകിയ ഈ സമ്മാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്കിങ്ങനെ തരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ നയന ആദർശിനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ സമ്മാനത്തിന് അർഹയല്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും നിങ്ങൾ തന്ന ഈ സമ്മാനം ഞാൻ ഒരിക്കലും കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല, എൻ്റെ കണ്ണിൽ കൃഷ്ണമണി പോലെ ഞാൻ നോക്കും എന്നൊക്കെ പറയാണ് കേട്ടോ നയന. അങ്ങനെ വളരെ സന്തോഷമാവാം കേട്ടോ നയനയ്ക്ക്. ഇതൊക്കെ കേട്ട് ആദർശമൊന്നും മിണ്ടാതെ ചിരിച്ചിട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ദേവ്യാനിയെ ആദർശ് കാണുന്നത്. അപ്പോൾ ദേവ്യാനി അവനെ കാണുമ്പോൾ മുഖതിരിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ആദർശ് അമ്മയെന്ന് വിളിച്ച് പിന്നാലെ ചെന്ന് അവളോട് ദേവ്യാനിയോട് സംസാരിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേവ്യാനി പറയാണ്, നീ ആരാ, എനിക്കറിയില്ല നിനക്ക് നിൻ്റെ ഭാര്യയെ മാത്രമല്ലേ വേണ്ടൂ, അമ്മ ഇവിടെ വീട്ടിലുണ്ടെന്നുള്ള ചിന്തയൊന്നും നിനക്കില്ലല്ലോ, നീ നിൻ്റെ ഭാര്യയെ മാത്രം സ്നേഹിച്ച് നടന്നോ എന്നൊക്കെ പറഞ്ഞ് ആദർശിനോട് വല്ലാതെ ചൂടാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ദേവ്യാനി പറയാണ്, നീ ഭാര്യയുടെ അടുത്തൊരു വിധവും എൻ്റെ അടുത്ത് വേറൊരു വിധവും ആണല്ലോ പറയുന്നത് എന്നൊക്കെ ആദർശിനോട് ദേവ്യാനി ചോദിക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ദേവ്യാനി മുറിയിലേക്ക് പോവാണ്. ആദർശ് അവിടെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. സാത്താനെയും കടലിൻ്റെയും നടുക്കാണല്ലോ ഞാൻ പെട്ടത് എന്നൊക്കെ ആദർശ് നിന്ന് ചിന്തിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അതിനുശേഷം നവ്യ തന്നെയാണ് കാണിക്കുന്നത്. നവ്യ അബിയോട് വഴക്കൂടുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നവ്യ അബിയോട് പറയാണ്, അവൻ അവളെ കല്യാണം കഴിച്ചത് മുഖം മറിച്ച് അവൾ കയറി വന്നിട്ടാണ്, പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചത് നമ്മൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ നവ്യ അബിയോട് പറയാണ് കേട്ടോ. അതൊക്കെ കേട്ട് അബി നവ്യോട് ചൂടാവുകയാണ്. നീ എന്നെ കള്ളം പറഞ്ഞിട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്, നിനക്ക് നീ ഒറ്റ മോളാണെന്നൊക്കെയല്ലേ നിൻ്റെ അമ്മയും നീയൊക്കെ പറഞ്ഞത് എന്നൊക്കെ അബിയും ചോദിക്കുകയാണ് കേട്ടോ. ഇവരുടെ വഴക്കേട്ട് ജലജ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, ഇവളെന്നെ വെറുതെ ഇങ്ങനെ കിടന്നൊക്കെ പറയാന്നൊക്കെ പറയുന്നുണ്ട് അബി. അപ്പോൾ ജലജ കേട്ട പാടെ പറയാണ്, നവ്യയോട് ചൂടായിട്ട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കയറി വന്ന സാത്താന്മാരാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. ജലജ ഇതൊക്കെ കേട്ട് നവ്യയും 4 പറയുന്നുണ്ട് കേട്ടോ ജലജേനെ. എന്നിട്ട് ജലജ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ദേവ്യാനി അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് ജലജ കാണുകയാണ്. അപ്പോൾ ദേവ്യാനി അടുത്ത് ചെന്ന് ജലജ പറയാണ്, വീട്ടിൽ വന്ന 2 മരുമക്കളെയും തല്ലി ഓടിക്കുന്ന സമയം കഴിഞ്ഞു, അവർ ഈ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് ഈ വീട്ടിൽ വാഴാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ജലജ ദേവ്യാനിയോട്. എന്നിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ദേവ്യാനി അവിടെ നിന്ന് കുറേ ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശിനെ ആദർശിനെയാണ് കേട്ടോ. ആദർശ് മുത്തശ്ശിൻ്റെ അടുത്ത് ചെല്ലുകയും മുത്തശ്ശൻ ആദർശിനെ കുറേ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. നീ നിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് തുടങ്ങി, ഇപ്പോഴാണ് നീ ശരിക്കുള്ളൊരു ഭർത്താവായതും എൻ്റെ കൊച്ചുമോനായതെന്നൊക്കെ പറയാൻ കേട്ടോ മുത്തശ്ശൻ. ഇതൊക്കെ കേട്ട് ആദർശിന് സന്തോഷമാവുന്നുണ്ട്. കാരണം മുത്തശ്ശന് ക്യാൻസർ ആണല്ലോ. അപ്പോൾ മുത്തശ്ശന് ഉള്ള കാലം സന്തോഷിപ്പിക്കാനാണല്ലോ ആദർശ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുത്തശ്ശൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആദർശ് സമാധാനിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം മുത്തശ്ശനോട് സംസാരിച്ച് ആദർശ് മുറിയിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ മുത്തശ്ശൻ്റെ. എന്നിട്ട് മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നയന അവിടെ ആ മാലയോട് തന്നെ സംസാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. കാരണം നയനയ്ക്ക് ആ മാല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആദർശ് അവിടെ ചെന്ന് നയനോട് ചോദിക്കണം, നീ എന്തിനാ ഈ മാലയോട് ഇങ്ങനെ തനിയെ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആദർശ് നയനോട്. അങ്ങനെ നയന പറയാണ്, എനിക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല, അത് കാരണമാണ് ഞാൻ ഈ ആദർശേട്ടൻ മേടിച്ചെന്ന് ഈ മാലയോട് തന്നെ സംസാരിച്ച് നിൽക്കുന്നത്. ഇതെനിക്ക് വളരെ ഇഷ്ടമായ ആദർശേട്ട എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതുപോലെയുള്ള വരാനിരിക്കുന്ന എപ്പിസോഡ്സിന് റിവ്യൂസും ഡെയിലി എപ്പിസോഡിന് റിവ്യൂസും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.